അല്ലാണ്ട് മറ്റുള്ള ഇപ്പോൾ കുറേ വേറെ ഇപ്പം എന്നെപ്പറ്റി പറഞ്ഞ ഈ ടീമിനെയൊക്കെ പോലെ ഇപ്പം ഇങ്ങനത്തെ കുറേ പിന്നാമ്പുറക്കഥകൾ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ആയതല്ല ആളല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്നെ എന്തൊക്കെയോ തരത്തിലൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ വാസ്തവ വിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച നടി മിനു മുനീറിനെ നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് നടി ബീന ആന്റണി. ഇൻഡസ്ട്രിയിൽ വന്ന കാലം മുതൽ അവസരങ്ങൾക്ക് വേണ്ടി ആരുടെയും പിന്നാലെ താൻ പോയിട്ടില്ല എന്നും ഇപ്പോൾ പലതും വിളിച്ചു പറയുന്ന സ്ത്രീകളെ പോലെയല്ല തനിക്ക് അവസരങ്ങൾ കിട്ടിയതെന്നും ബീന ആന്റണി പറയുന്നു. തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു നടിയുടെ പ്രതികരണം. അപ്പോൾ വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളായിട്ടൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് എന്തൊരു സന്തോഷമാണെങ്കിലും വിഷമമാണെങ്കിലും എന്തിനും നിങ്ങളുമായിട്ട് വരുന്നത് ഷെയർ ചെയ്യാൻ. എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വന്നത് ഇപ്പോഴും പിന്നെ ഒരു പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു വീഡിയോ ഇപ്പോൾ അങ്ങനെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് അവർ എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് എന്നെ വളരെ മോശമായിട്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം നേരത്തെ തന്നെ ബീന ആന്റണിയുടെ ഭർത്താവ് മനോജ് ഒരു വീഡിയോയിൽ മിനു മുനീറിനെ വിമർശിച്ചെത്തിയിരുന്നു. അതിന് മറുപടിയുമായി ഉടൻ തന്നെ മിനു മുനീറും എത്തിയിരുന്നു. ബീന ആന്റണിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു മിനു മുനീർ വന്നത്. ഭാര്യ എന്ത് ചെയ്താലും കുഴപ്പമില്ല, മറ്റുള്ള സ്ത്രീകളെ പറയാൻ നടക്കുകയാണ് ഇയാൾ എന്നാണ് മിനു മുനീർ മനോജിനെതിരെ പറഞ്ഞത്. മനോജിന്റെ ഭാര്യയുടെ പല കഥകളും തനിക്ക് അറിയാമെന്നും വേണമെങ്കിൽ വീഡിയോ പങ്കുവയ്ക്കാമെന്നും മിനു മുനീർ പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ബീന ആന്റണി രംഗത്ത് വന്നിരിക്കുന്നത്. താൻ ഇപ്പോൾ വന്നത് ഒരു പുതിയ സംഭവത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. ഒരു വീഡിയോ പുതുതായി ഇറങ്ങിയിട്ടുണ്ട്. അതിൽ തന്റെ പേര് പറഞ്ഞ് തന്നെ മെൻഷൻ ചെയ്തതുകൊണ്ടാണ് വളരെ മോശമായിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട ചൂട് പിടിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ലതിന് തന്നെയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടി നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കാനും കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നും നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ കാണുമ്പോഴും അറിയാം. നമ്മൾ എല്ലാവരും വളരെ വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമായ ജനങ്ങളാണ്. നെല്ലും പതിരും ഒക്കെ കണ്ടാൽ തിരിച്ചറിയാനൊക്കെ പറ്റുമെന്നും അതുകൊണ്ട് തന്നെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമെന്ന സംശയം കൊണ്ടല്ല താനിത് പറയുന്നതെന്നും നമ്മളെ ക്രൂശിക്കാനായിട്ടും നമ്മുടെ പുറകെ കല്ലെറിയാനായിട്ടും കുറെ പേരൊക്കെ നടക്കുന്നുണ്ട്. തന്നെ മനസ്സിലാക്കുന്നവർ അതൊക്കെ വിശ്വസിക്കില്ല എന്ന് തനിക്ക് അറിയാമെന്നാണ് ബീന ആന്റണി പറയുന്നത്. നടിയായിട്ട് അറിയപ്പെടാനായി തനിക്കൊരു പിന്നാമ്പുറ കഥകളും പറയേണ്ടി വന്നിട്ടില്ല എന്നും ബീന ആന്റണി ഒരു നടി എന്ന നിലയിൽ അംഗീകരിക്കപ്പെട്ടിട്ട് വർഷങ്ങൾ കുറെയായെന്നും താൻ വന്ന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ തനിക്ക് അംഗീകാരങ്ങളൊക്കെ കിട്ടിയതാണെന്നും സ്റ്റേറ്റ് അവാർഡ് 2-3 വർഷം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ടെന്നും ഒരു നടി എന്ന നിലയിൽ വളരെ അഭിമാനത്തോടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ തന്നെ പറ്റി പറഞ്ഞ ഈ ടീമിനെ പോലെ ഇങ്ങനത്തെ കുറെ പിന്നാമ്പുറ കഥകൾ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ആയ ആളല്ല താനെന്നും ബീന ആന്റണി പറയുന്നു. തന്നെ എന്തൊക്കെയോ തരത്തിലൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതൊക്കെ അവരുടെ സംസ്കാരം, അവരുടെ ഇതുവരെയുള്ള ജീവിത രീതികളൊക്കെ അങ്ങനെ ആയിരിക്കും. അതിലേക്കൊന്നും താൻ പോകുന്നില്ല എന്നും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണെന്നും പക്ഷെ തന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് താൻ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും താൻ അവർക്കെതിരെ കേസ് കൊടുക്കുകയാണെന്നും ബീന ആന്റണി പറയുന്നുണ്ട്. തന്റെ ഭർത്താവ് മനോജ് ഏതോ ഒരു വീഡിയോയിൽ അവരെ പേര് പറയാതെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരും ഒരാളും കൂടി ഒരു ഓഡിയോ ക്ലിപ്പ് തനിക്കെതിരെ പുറത്തുവിട്ടത്. പിന്നെ ഫേസ്ബുക്കിലും വളരെ മോശമായിട്ട് തന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 33 വർഷമായി ഇൻഡസ്ട്രിയിലുള്ള ആളാണ് താനെന്നും ഇത്രയും വർഷം താൻ ഒരു ജോലിയും ഇല്ലാതെ നടന്നിട്ടില്ല എന്നും വേറെ എന്തെങ്കിലും വഴികളിൽ കൂടിയൊക്കെ തന്റെ കുടുംബം പോറ്റേണ്ട അവസ്ഥ തനിക്ക് ഉണ്ടായിട്ടില്ല എന്നും ഗർഭിണിയായിരുന്ന 1.5 മാസമാണ് താൻ ആകെ റെസ്റ്റ് എടുത്തിരുന്നത്. അത്രയേറെ വർക്കുകൾ തനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുണ്ടെന്നും ഇപ്പോഴും കിട്ടുന്നുണ്ട്. തനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നും ബീന ആന്റണി പറയുന്നുണ്ട്. കുടുംബം തനിക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ടെന്നും അതുകൊണ്ട് തന്നെ താൻ അവർക്കെതിരെ കേസുമായി മുന്നോട്ട് പോവുകയാണെന്നും അവർ എന്ത് അർത്ഥത്തിൽ തന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് തനിക്ക് അറിയണമെന്നും തനിക്കത് തെളിയിച്ചേ പറ്റുമെന്നും അതിനുവേണ്ടി താൻ കേസിന് പോവുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ബീന ആന്റണി വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഹായ്, നമസ്കാരം. അപ്പോൾ വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളായിട്ടൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് എന്തൊരു സന്തോഷമാണെങ്കിലും വിഷമമാണെങ്കിലും എന്തിനും നിങ്ങളുമായിട്ട് വരുന്നത് ഷെയർ ചെയ്യാൻ. എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വന്നത് ഇപ്പോഴും പിന്നെ ഒരു പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു വീഡിയോ ഇപ്പോൾ അങ്ങനെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് അവർ എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് എന്നെ വളരെ മോശമായിട്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കുറേ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല. ഞാൻ കൂടുതൽ ഇനിയൊന്നും പറയുന്നില്ല. അങ്ങനെ കുറേ ഹേമ കമ്മീഷനും അതുമായിട്ട് എൻ്റെ ചൂട് പിടിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാം നല്ലതിന് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കാനും കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്.
നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുമ്പോഴും ഒക്കെ അറിയാം, നമ്മളെല്ലാവരും വളരെ എഡ്യൂക്കേറ്റഡും പ്രബുദ്ധരായ നമ്മുടെ ജനങ്ങൾക്കൊക്കെ ഈ നെല്ലും പതിരൊക്കെ കണ്ടാൽ തിരിച്ചറിയാനൊക്കെ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഡൗട്ടൊന്നും അടിച്ചിട്ടൊന്നും പറയുന്നില്ല. എങ്കിലും ഞാൻ പറയാണ്, കുറേ പേരുണ്ട് നമ്മളെ ക്രൂശിക്കാനായിട്ടും നമ്മുടെ പുറകെ കല്ലെറിയാനായിട്ട് കുറേ പേരൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും വിഷയമല്ല. എന്നെ മനസ്സിലാക്കുന്നവരുണ്ട് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഞാനൊരു ആക്ട്രസ്സായിട്ട് അംഗീകരിക്കാനായിട്ട് എനിക്കൊരു പിന്നാമ്പുറ കഥകളും പറയേണ്ടി വന്നിട്ടില്ല ബീന ആൻ്റണി, അല്ലെങ്കിൽ ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ എന്നെ അംഗീകരിക്കാൻ. ഞാനൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറേ അംഗീകാരങ്ങൾ ഒക്കെ കിട്ടിയതാണ്. സ്റ്റേറ്റ് അവാർഡ്സൊക്കെ 2-3 വർഷം അടുപ്പിച്ച് കിട്ടിയതാണ്. പിന്നെ അങ്ങനെ ഒത്തിരി അംഗീകാരങ്ങൾ. അപ്പോൾ ഒരു ചെറുതായിട്ടെങ്കിലാണെങ്കിലും ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലാണ്ട് മറ്റുള്ള ഇപ്പോൾ കുറേ വേറെ ഇപ്പം എന്നെപ്പറ്റി പറഞ്ഞ ഈ ടീമിനെയൊക്കെ പോലെ ഇപ്പം ഇങ്ങനത്തെ കുറേ പിന്നാമ്പുറ കഥകൾ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ആളല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്നെ എന്തൊക്കെയോ തരത്തിലൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതൊക്കെ അവരുടെ സംസ്കാരം, അത് അവരുടെ അവരുടെ ഇതുവരെയുള്ള ജീവിത രീതികളൊക്കെ ആയിരിക്കും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ എന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിൻ്റെ ഒരു കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ കേസ് കൊടുക്കണത് എൻ്റെ പേര് പറഞ്ഞിട്ട്. കാരണം എൻ്റെ ഹസ്ബൻഡ് മനു ഏതോ ഒരു വീഡിയോയിൽ അവരെ പേര് പറയാതെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഭർത്താവാണെന്നറിയില്ല, ആരോ ഒരാളും കൂടി കൂടിയിട്ട് ഇങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പും പിന്നെ അവർ ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെയോ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നെ എത്രയോ വർഷങ്ങളായിട്ട് 33 വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ. ഇത്രയും വർഷം ഞാൻ ഒരു ജോലിയും ഇല്ലാതെ അല്ല വേറെ എന്തെങ്കിലും വഴികളിൽ കൂടിയൊക്കെ എൻ്റെ കുടുംബം പോറ്റേണ്ട അവസ്ഥ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് 1.5 മാസമാണ് ഞാൻ ആകെ റെസ്റ്റ് എടുത്തിരിക്കുന്നത്. അത്രയേറെ വാക്കുകൾ ഇപ്പോഴും സ്റ്റിൽ ഞാൻ പറയും, ടച്ച് വുഡ്, ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരു വർക്കിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ എവിടെയോ തപസ്യ കഴിഞ്ഞ് എനിക്ക് ടൈഫോയിഡ് പിടിച്ച് അവിടെ നിന്ന് വന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നാണ് നേരെ എന്നെ വിളിച്ച് വയലാർ മാധവൻകുട്ടി സാറിൻ്റെ അടുത്ത വർക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. അത്രയ്ക്ക് തിരക്കുള്ള ആളായിരുന്നു ഞാൻ. ഇപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഇപ്പോഴും വർക്ക് കിട്ടുന്നു. പിന്നെ ഇതിൻ്റെ അടുത്ത് ഞാൻ എന്തിന് വേറെ കുറുക്ക് വഴികളിൽ കൂടി ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കണം? എനിക്ക് ഒരു ബുദ്ധിമുട്ടും ദൈവം വരുത്തിയിട്ടില്ല. അത്രയേറെ വർക്കുകളും ഫങ്ഷൻസും ഷോസും ഒക്കെ ആയിട്ട് ഞാൻ നല്ല അന്തസ്സോടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഒരു മോശം ഇതിലേക്കും പോയിട്ട് എനിക്ക് ആ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാണ്, അങ്ങനെയൊന്നും പോയി ജീവിക്കേണ്ട ഗതികേട് എനിക്ക് ദൈവം വരുത്തിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കുറ്റവും പറയുന്നില്ല. അത് അവരുടെ ഗതികേടാവാം, അവരുടെ സാഹചര്യമാവാം, അതൊക്കെ അവരുടെ വിഷയം. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. അത് അവരുടെ ജീവിത ഇതായിരിക്കും, അത് ആയിക്കോട്ടെ. പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇതുവരെ വരുത്തിയിട്ടില്ല ദൈവം. അന്തസ്സായിട്ട് ഇഷ്ടം പോലെ കൈനിറയ വർക്കുകളായിരുന്നു എനിക്ക്. ചെയ്യാൻ പറ്റാത്ത കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. സീരിയലിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് വന്നു. ഞാൻ പറഞ്ഞ സീരിയലിൽ വളരെ കുറച്ച് വേഷങ്ങൾ, അത് നല്ല യോദ്ധ പോലെയുള്ളൊക്കെ നല്ല വർക്കുകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളയം, യോദ്ധ, മഹാനഗരം, മമ്മൂക്കയുടെ ഇടപെടൽ, അങ്ങനെ കുറച്ച് വേഷങ്ങളൊന്നും ചെയ്യാൻ പറ്റും. അതിന് പിന്നെ ഇങ്ങോട്ട് വന്നതിന് ശേഷം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനും ഞാൻ ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ പോകണം? എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. ദൈവം എനിക്കങ്ങനെ വരുത്തിയിട്ടില്ല ഗതികേട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, എന്നെ ഈ പറഞ്ഞവരുണ്ടല്ലോ, അങ്ങനെയൊന്നും എൻ്റെ അടുത്തേക്ക് പറഞ്ഞൊന്നും വരണ്ട. എനിക്ക് നല്ല അന്തസ്സായിട്ട് പറയാനുള്ള വർക്കുകളും ഉണ്ട്, എൻ്റെ ജീവിത രീതികളും ഉണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും ഒരു വഴിയിൽ കൂടിയും പോകണ്ട. ഞാൻ ജീവിച്ചിട്ടുമില്ല അങ്ങനെയൊന്നും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എൻ്റെ പേരെടുത്ത് വേറെ ആരും എവിടേക്കെന്ന് എന്ത് കുറച്ചാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടില്ലേ, അതൊന്നും ഞാൻ എത്രയോ വർഷം മുന്നേ കേൾക്കണത്. ഞാൻ മരിക്കുമ്പോഴതങ്ങോട്ട് തീരുമല്ലോ, അതോടെ സ്റ്റോപ്പ് ആവുമല്ലോ. അതങ്ങനെ ഇഷ്ടമുള്ളവർ പറഞ്ഞോട്ടെ, ഏത് ഞരമ്പുകൾ പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ല. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം ഇവിടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. നിങ്ങളൊപ്പം കുറേ പേരുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാമിൽ 99.9% ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അവർ മതി എനിക്ക്, എന്നെ അറിയുന്നവർ മതി. ബാക്കി ആരും എവിടെ കിടന്ന് എന്ത് കുറച്ചാലും എനിക്കൊരു വിഷയമില്ല. എൻ്റെ കുടുംബം എൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ സർക്കിള്, എൻ്റെ കുടുംബം, എന്നെ സ്നേഹിക്കുന്നവർ ഒക്കെ ഉണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്.
അത് മതി എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ അവർക്കെതിരെ കേസായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അതെനിക്ക് അവർക്കെതിരെ എനിക്ക് അവരെന്തർത്ഥത്തിൽ എന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത്, അവർക്ക് എന്ത് തെളിവിൻ്റെ പേരിൽ എന്തർത്ഥത്തിൽ അവർ പറഞ്ഞു എന്നുള്ളത് എനിക്ക് അത് തെളിയിച്ചേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞാൻ അതിൻ്റെ കേസിന് പോകുന്നു. വേറൊന്നുമില്ല, എല്ലാവർക്കും നന്മ വരട്ടെ. ഇന്ന് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് സംസാരിച്ചേക്കാം നിങ്ങളോട് എല്ലാവരോടും. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്കിഷ്ടമാണ് നിങ്ങളോട്. ഓക്കെ, എല്ലാവർക്കും നന്മ വരട്ടെ. ഓക്കെ, ബൈ. അതേസമയം ബീന ആന്റണിക്കും ഭർത്താവിനുമെതിരെ മോശമായ ഭാഷയിലായിരുന്നു മിനു മുനീർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടത്. യോധ സിനിമ പരാമർശിച്ചുകൊണ്ടായിരുന്നു മിനുവിന്റെ കുറിപ്പ്. ചിറി കോടിപ്പോയിട്ടും പഠിച്ചില്ല. ഇങ്ങനെ വിരലിലെണ്ണാകുന്ന സ്ത്രീകളാണ് നടന്മാർക്ക് വളം വെച്ചു കൊടുത്തത്. ചക്കിക്കൊത്ത ചങ്കരനായ ഭർത്താവും ആരെ കെട്ടിപ്പിടിച്ചാലും നോ പ്രോബ്ലം, നമുക്ക് ക്യാഷ് കിട്ടിയാൽ മതി, പേഴ്സണൽ കാര്യം പ്രൈവറ്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യണം, മലയാളികളെ ഊളകളാക്കുന്ന കാപട്യം, ഇതൊന്നും പൊതുവെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ അവളുടെ കെട്ടിയോൻ തനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടു. ഇതൊക്കെ പറയാൻ അവൻ എന്ത് യോഗ്യത? അവന്റെ ഭാര്യ പത്രം മാറ്റി തങ്കം എന്ന് കാണുമ്പോൾ അറിയാം. സ്വന്തം കണ്ണിൽ തടി കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ നോക്കുന്നു സോകോൾഡ് ഭർത്താവ്. ചേട്ടൻ ആരെയോ പേടിക്കുന്നു. ഈ കുംഭസാരം മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെയല്ലേ? നാളെ ഇവന്റെ പേര് ആരെങ്കിലും പറഞ്ഞാൽ ആരും വിശ്വസിക്കരുത് എന്ന് മുൻകൂർ ജാമ്യം. ഇവന്റെ സീരിയൽ നടി ഭാര്യയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമായ പരസ്യമാണ്. യോധ സിനിമയിൽ നടന്ന കലാപ്രകടനം ഇവിടെ പറയുന്നില്ല, വേണമെങ്കിൽ വീഡിയോ ഇടാമെന്നായിരുന്നു ബീന ആന്റണിക്കും ഭർത്താവ് മനോജിനുമെതിരെ മിനു മുനീർ പോസ്റ്റ് ഇട്ടത്. ഇതിനൊപ്പം ഒരു ഓഡിയോ ക്ലിപ്പും അവർ പങ്കുവച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.